ഞാനും വാമിയും കൂടെ ചുനക്കര അമ്പലത്തിൽ പോയപ്പോൾ അവിടെ എല്ലാവർക്കും സദ്യ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും വാമിയും കൂടെ ക്യൂവിൽ നിന്നു. വാമി ഇങ്ങനെ ക്ഷമയോടെ ക്യൂവിൽ നിൽക്കുക. ഒരു കുഞ്ഞുവാവ അപ്പം അങ്ങോട്ട് വന്നു. വാമി പതുക്കെ താഴെ ഇറങ്ങി. കുഞ്ഞുവാവയെ കണ്ട സന്തോഷത്തിൽ വാമി അങ്ങ് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഡാൻസ് കളിയോട് ഡാൻസ് കളി. അപ്പോൾ ആ കുഞ്ഞുവാവ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വാമി ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു അമ്മൂമ്മ അവരെ രണ്ടിനെയും പിടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞുവാവയുടെ അമ്മൂമ്മ പറഞ്ഞു, ആ കുഞ്ഞ് ഉപദ്രവിക്കും മോളെ, കുഞ്ഞിനെ അങ്ങ് മാറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പതുക്കെ ആ കുഞ്ഞിനെ അതിൻ്റെ അമ്മൂമ്മ അങ്ങ് വിളിച്ചുകൊണ്ട് പോയി. മാമിക്ക് അതിനെ കണ്ടപ്പോൾ പിന്നെ അങ്ങ് പേടിയായിപ്പോയി അത് ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ. പിന്നെ അപ്പോഴത്തേക്ക് ക്യൂ ഇങ്ങനെ നീങ്ങി മുന്നോട്ട്. സദ്യ കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഓരോരുത്തരായിട്ട് സദ്യ കഴിക്കുക. ഡെസ്കിലൊക്കെ നല്ല പേപ്പറിൻ്റെ വിരിയൊക്കെ ഇട്ട് നല്ല വൃത്തിയോടുകൂടി മാസ്ക് ഒക്കെ ഇട്ടാണ് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കങ്ങ് കഴിക്കാൻ തോന്നും. നല്ല വൃത്തിയാണ് അവിടെ. നല്ല രീതിയിലാണ് അവർ കൊടുക്കുന്നത്, അന്നദാനം എല്ലാം കൊടുക്കുന്നത്. ഓരോരുത്തരായിട്ട് ഊണ് മേടിച്ചിട്ട് അവിടെ പോയിരുന്ന് കഴിക്കും. എന്നിട്ട് അവിടെ പാത്രം എല്ലാം കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ പാത്രം എടുത്ത് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ ചോറൊക്കെ നമുക്ക് എടുത്തു തരും. പിന്നെ വാമി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ചോറിന് വേണ്ടി. അപ്പം വെള്ളവും ചോറും എല്ലാം ഞങ്ങൾക്ക് കിട്ടി. ചോറ്, സാമ്പാർ, രസം, അവിയൽ, മെഴുക്കുവരട്ടി, നെല്ലിക്ക അച്ചാർ, കൂടെ നല്ല വെള്ളവും, തിളപ്പിച്ച വെള്ളവും. മാമിക്കാണ് ചോറ് ഒറ്റയ്ക്ക് കഴിക്കണം. അതിന് വേണ്ടി പ്രത്യേകം ഒരു പ്ലേറ്റ് മേടിച്ചിട്ട് വാമിക്ക് ചോറ് എടുത്ത് കൊടുത്തു. കറികൾക്കൊക്കെ എരിയായതുകൊണ്ട് വാമി കഴിച്ചില്ല. അപ്പോൾ കറി ഇല്ലാതാണ് വാമിക്ക് കൊടുത്തത്. വാമി അവിടെ നിന്ന് ചോറൊക്കെ കഴിച്ചിട്ട് വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചു. 2 വട്ടം വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചു. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, ഊണെങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ വാമി പറഞ്ഞു സൂപ്പറാണെന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു.